സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായികയെ കാണിക്കുന്നു. നായിക ഒരു എഴുത്തുകാരിയാണ്. അവർ ഇപ്പോൾ ഇരുന്ന് തന്റെ ബുക്ക് തയ്യാറാക്കുന്നതിന്റെ പണിപ്പുരയിലാണ്. ഇതേസമയം നായികയുടെ മകൻ അവിടെ തനിയെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കരമായി ബോറടിച്ചു. അവൻ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് വാ അമ്മേ, നമുക്ക് രണ്ടുപേർക്കും കൂടെ കളിക്കാമെന്ന് പറഞ്ഞു വിളിക്കുന്നു. അമ്മയ്ക്ക് കുറച്ച് ജോലിയുണ്ട് മോനെ, ഒരു 5 മിനിറ്റ് ഇതൊന്ന് ടൈപ്പ് ചെയ്ത് തീർത്തിട്ട് വരാം, നീ പോയി കളിക്ക്, ഞാനൊരു 5 മിനിറ്റിനുള്ളിൽ വരാം എന്ന് പറയുന്നു. ശരി അമ്മേ, ഡീൽ എന്ന് പറഞ്ഞ് ആ കുട്ടി താഴേക്ക് പോകുന്നു. ഇതേസമയം നായികയുടെ രണ്ടാം ഭർത്താവ് അങ്ങോട്ടേക്ക് വരാണ്. ഈ ചെറിയ കുട്ടി നായികയുടെ ആദ്യ ഭർത്താവിലുള്ള മകനാണ്. ഇദ്ദേഹം നായികയുടെ രണ്ടാമത്തെ ഭർത്താവ് മാത്രമല്ല, ഇവർ എഴുതുന്ന ഈ പുസ്തകത്തിന്റെ എഡിറ്റർ കൂടിയാണ്. ഇപ്പോൾ ഇദ്ദേഹം ഏതോ ഒരു പബ്ലിഷറെ കണ്ട് സംസാരിച്ചിട്ട് വരാണ്. എത്രയും പെട്ടെന്ന് തീർക്കാമോ അത്രയും വേഗം ബുക്ക് പബ്ലിഷ് ചെയ്യാം, നീ എഴുതി തീർത്ത ഉടനെ പബ്ലിഷ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ. ഇതേസമയം ആ ചെറിയ കുട്ടി വീടിനുള്ളിൽ കളിക്കുകയാണ്. വീടിന് പുറത്ത് കനാൽ പോലെ വലിയൊരു പുഴ ഒഴുകുന്നുണ്ട്. അവിടേക്ക് പോയി അവൻ കളിക്കുന്നുണ്ട്. നമ്മുടെ നായിക ടൈപ്പ് ചെയ്യുന്നതിനിടയിൽ ഭർത്താവിനോട് സംസാരിച്ച് കുറച്ചു കഴിഞ്ഞ് പാചകം ചെയ്യാൻ വേണ്ടി താഴേക്ക് പോകുന്നു. ഇതിനിടയിൽ മകൻ കളിക്കാൻ വിളിച്ച കാര്യം തന്നെ അവർ മറന്നേ പോയി. പാചകം ചെയ്യാമെന്ന് കരുതി കിച്ചണിലേക്ക് പോകുമ്പോൾ ഫ്രിഡ്ജിൽ മാഗ്നറ്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് തോമസ് വാസ് ഹിയർ എന്ന് ആ കുട്ടി ഫ്രിഡ്ജിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നു. ഇതൊക്കെ കണ്ട് അവൾ പാചകം ചെയ്തു തീർക്കുന്നു. പാചകം കഴിഞ്ഞ് കുട്ടിയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാമെന്ന് കരുതി പോവുകയാണ്. ഈ സമയം ഈ കുട്ടി വെള്ളത്തിനടുത്ത് എന്തിനൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നായിക മകനെ തിരക്കി പുറത്തു പോയപ്പോ ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ടു. എന്തായി ഗേറ്റ് തുറന്നു കിടക്കുന്നേ എന്നാലോചിച്ച് പുറത്തുപോയി നോക്കുമ്പോ ആ കനാലിൽ കുട്ടി കളിച്ചുകൊണ്ടിരുന്ന ഒരു പാവ ഒഴുകി നടക്കുന്നു. ഇതെന്റെ മോന്റെ ടോയല്ലേ എന്ന് പറഞ്ഞ് മെല്ലെ ഉള്ളിലേക്ക് നോക്കിയപ്പോ മകൻ വെള്ളത്തിൽ വീണു കിടക്കുന്നതാണ് അവർ കണ്ടത്. ഇത് കണ്ട് പെട്ടെന്ന് അവൾ അവനെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഫസ്റ്റ് എയ്ഡൊക്കെ നൽകി അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ കുട്ടി മരിച്ചുപോയിരിക്കുന്നു. ഈ സീനിൽ വെച്ചാണ്, ഇവിടെയാണ് സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പടമാണ്. സിനിമയുടെ പേര് ഹാഫ് ലൈറ്റ് എന്നാണ്. തീർച്ചയായും ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. പടം കണ്ടു കഴിയുമ്പോൾ നല്ലൊരു സംതൃപ്തിയും കൂടാതെ സിനിമ തീരുമ്പോൾ ഒരു ഭയങ്കരമായ ട്വിസ്റ്റും ഉണ്ട്. നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. വെൽക്കം ടു ഫിലിം ടെല്ലർ. സിനിമയിലേക്ക് പോകും മുമ്പ് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. നായികയുടെ മകൻ മരിച്ചുപോയതിനു ശേഷം 8 മാസത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. നായിക ആകെ തകർന്നു പോയിരിക്കുകയാണ്. ജീവിതം തന്നെ വെറുത്താണ് ജീവിക്കുന്നത്. ഇത് മാത്രമല്ല, ആ രണ്ടാം ഭർത്താവും നായികയും തമ്മിൽ ഒരു സംസാരവും ഇല്ല. ആ ബന്ധം തന്നെ വല്ലാതായി. ഡിവോഴ്സിന് വരെ അപേക്ഷിച്ചു എന്ന് സുഹൃത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നായികയ്ക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവൾ നായികയോട് പറയുന്നു, ഇവിടെ നോക്ക്, എല്ലാ ബന്ധങ്ങളിലും പ്രശ്നങ്ങളുണ്ടാവും. നീ ഫസ്റ്റ് ഒന്ന് സംസാരിച്ച് എന്തുവാണെങ്കിലും ഒരു തീരുമാനത്തിലെത്താൻ നോക്ക്. പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് വരെ പോകണ്ട എന്ന് കൂട്ടുകാരി പറയുന്നു. ഇല്ല, എല്ലാം ഏതാണ്ട് അവസാനിച്ചു. എനിക്ക് ഈ വീട്ടിൽ നിന്നാൽ എന്റെ മകന്റെ ഓർമ്മകളാണ് വരുന്നത്. എന്റെ മകൻ എന്നെ കളിക്കാൻ വിളിച്ചതാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് കളിക്കാൻ വരാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മര്യാദയ്ക്ക് എന്റെ ജോലി തീർത്തിട്ട് പാചകം ചെയ്യാതെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ എന്റെ മകന്റെ കൂടെ കളിക്കാൻ പോയിരുന്നെങ്കിൽ തീർച്ചയായും എന്റെ മകൻ ഇന്നെന്റെ കൂടെ ഉണ്ടായേനെ. എന്റെ മകന്റെ മരണത്തിന് കാരണം ഞാനാണ് എന്നവൾ പറയുന്നു. എടി, അങ്ങനെയൊന്നുമില്ല എന്ന് ഫ്രണ്ട് പറഞ്ഞിട്ടും, അല്ല, ഒരു തരത്തിൽ ഞാനാണ് കാരണം. ഞാൻ എന്റെ കുട്ടിയെ കുറച്ചുകൂടി നന്നായി നോക്കണമായിരുന്നു എന്ന് പറഞ്ഞ് ഈ വീട് വിട്ട് അവർ ഇറങ്ങാണ്. ഇവർ കടൽ തീരത്തിനോട് ചേർന്ന് ഇവിടെ നിന്ന് വളരെ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കുന്നു. ഇതിനു മുമ്പ് ഒരു പുസ്തകം എഴുതുന്നു എന്ന് കാണിച്ചില്ലേ? ആ പുസ്തകം തുടങ്ങിയിട്ട് 1 വർഷത്തിലധികമായി. ആ പുസ്തകം കംപ്ലീറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് പബ്ലിഷറും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നായികയ്ക്ക് എഴുത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ പുസ്തകം പൂർത്തിയാക്കാതെ വെച്ചിരിക്കുകയാണ്. എന്തായാലും എനിക്ക് ഈ പുസ്തകം തീർക്കണം. ഞാൻ ആ പഴയ വീട്ടിലായിരുന്നുവെങ്കിൽ മകന്റെ ഓർമ്മകളിൽ തന്നെ ജീവിച്ചുകൊണ്ടിരുന്നേനെ. തീർച്ചയായും ആ പുസ്തകം അവിടെ ഇരുന്നാൽ പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്ന് കരുതിയാണ് അവർ തനിച്ച് പുതിയ വാടക വീട്ടിലേക്ക് വന്നത്. തനിച്ച് വന്ന അവർ സാധനങ്ങളെല്ലാം ഭംഗിയായി അടുക്കി വെക്കുന്നു. ഈ ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കടൽ തീരത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണിത്. ആകെ ഒരു 30-40 ആളുകൾ മാത്രമാണ് ഇവിടെ ജീവിക്കുന്നത്. നമ്മുടെ നായിക ഈ ഗ്രാമത്തിൽ വന്ന ഉടനെ തന്നെ സുഹൃത്തിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാനിവിടെ തനിച്ചാണ്. ഈ സ്ഥലം കാണാൻ ഒരു പുതുമയൊക്കെയുണ്ട്. നല്ല ഉന്മേഷം തോന്നുന്നു. തീർച്ചയായും ഞാൻ ആ പുസ്തകം പൂർത്തിയാക്കും. എന്റെ ജീവിതം ഞാനിവിടെ നിന്ന് പുതുതായി തുടങ്ങാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്യുന്നു. വീടിന്റെ വശത്തായിട്ട് തന്നെ ബീച്ചുണ്ട്. എന്തുകൊണ്ട് ബീച്ചിൽ പോയിരുന്ന് എഴുതിക്കൂടാ എന്ന് കരുതി അവർ ബീച്ചൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി ഇറങ്ങുന്നു. അങ്ങനെ പോകുമ്പോഴാണ് തൊട്ടടുത്ത വീട്ടിൽ ഒരു വയസ്സായ മുത്തശ്ശനും മുത്തശ്ശിയും താമസിക്കുന്നത് കാണുന്നത്. ആ മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിക്കാനായി ഇങ്ങോട്ട് വരുന്നു. അടുത്ത വീടെന്ന് പറഞ്ഞ തൊട്ടടുത്ത് തന്നെയല്ല, കുറച്ചു മാറിയാണ് വീടിരിക്കുന്നത്. എന്താ മോളെ, നിന്നെ കണ്ടിട്ട് പുതിയ ആളാണെന്ന് തോന്നുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ നായിക കാര്യങ്ങളെല്ലാം പറഞ്ഞ് പരിചയപ്പെടുന്നു. ശരി മോളെ, എന്തായാലും വന്നില്ലേ, വീടിനുള്ളിലേക്ക് വാ, കുറച്ച് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ ഒരു കപ്പ് കാപ്പിയെങ്കിലും കുടിക്കാം എന്ന് പറഞ്ഞവർ വിളിക്കുന്നു. ഇല്ല മുത്തശ്ശ, ഞാൻ ഇപ്പോഴാണ് ഈ സ്ഥലത്തേക്ക് തന്നെ വന്നത്.
ബീച്ചൊന്ന് കാണാൻ പോവാണ്. മറ്റൊരു ദിവസം തീർച്ചയായും എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞ് അവർ ബീച്ചിന്റെ ഭാഗത്തേക്ക് നടക്കുന്നു. ഇതൊരു ചെറിയ ടൗൺ പോലെയുള്ള സ്ഥലമാണ്. അടുത്തടുത്തായി കടകളും വീടുകളും ടീ കോഫി ഷോപ്പുകളും എല്ലാം ഉണ്ട്. അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീ നായികയെ കണ്ട ഉടനെ നിന്റെ മകൻ ആ ഊഞ്ഞാലിൽ ഇരുന്ന് കളിക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും അവള് പെട്ടെന്ന് ആകെ ഞെട്ടിപ്പോയി. എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോ ആ ഊഞ്ഞാൽ കാറ്റിൽ ആടിക്കൊണ്ടിരിക്കുന്നു. അതിൽ ആരും തന്നെയില്ല. ഇല്ല മോളെ, ഞാൻ അറിയാതെ എന്തോ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞ് ആ സ്ത്രീ അവിടെ നിന്ന് പോകുന്നു. അത് കേട്ടതും നമ്മുടെ നായികയ്ക്ക് ആ പുസ്തകം എഴുതണം എന്ന ചിന്തയെ പോയി. മകനെ മറക്കണം, പുസ്തകം പൂർത്തിയാക്കണമെന്ന് കരുതിയാണ് ഇവർ ഈ സ്ഥലത്തേക്ക് വന്നത് തന്നെ. ആ സ്ത്രീ വീണ്ടും മകന്റെ ഓർമ്മകളെ തിരികെ കൊണ്ടുവന്നല്ലോ എന്ന് ചിന്തിച്ച് അവർ അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ട് മകന്റെ പഴയ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് നോക്കാണ്. മകനെക്കുറിച്ച് വല്ലാതെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ശരി, ഓക്കെ, പുസ്തകം എഴുതാൻ തുടങ്ങാമെന്ന് കരുതി ഇരുന്ന് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരുടെ കൺമുന്നിൽ മകനെ കാണാൻ തുടങ്ങുന്നു. മകൻ വന്നിട്ട് പറയുന്നു, അമ്മ എനിക്ക് വാക്ക് തന്നല്ലേ, 5 മിനിറ്റിൽ ജോലി തീർത്തിട്ട് വന്ന് കളിക്കാന്ന്. അത് പറഞ്ഞതല്ലേ, എന്നിട്ട് എന്താ വരാതിരുന്നേ? നിങ്ങൾ വരാത്തതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്ന് മകൻ പറയുമ്പോൾ ഇവർക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഇവരുടെ തോന്നലുകൾ മാത്രമാണ്. പ്രേതമൊന്നുമില്ല. എല്ലാത്തിനും താനാണോ കാരണം എന്ന് അവർ ഒരു നിമിഷം ചിന്തിക്കുന്നു. ഇവിടെ തന്നെ തനിച്ചിരുന്നാൽ ഇതുപോലുള്ള ചിന്തകൾ എനിക്ക് തോന്നും. ഇവിടെ നിന്നും പുറത്തു പോകാം. അടുത്ത് തന്നെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അവിടെ പോയി അതൊന്ന് ചുറ്റിക്കണ്ടാൽ എന്താ എന്നവർ ചിന്തിക്കുന്നു. വെറുതെ ഒന്ന് ആ ലൈറ്റ് ഹൗസ് ഒക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് കരുതി അവർ അവിടെ നിന്നും ഇറങ്ങുന്നു. ലൈറ്റ് ഹൗസിലേക്ക് പോകണമെങ്കിൽ ചെറിയൊരു മോട്ടോർ വഞ്ചിയിൽ വേണം പോകാൻ. ആ ബോട്ടിൽ കയറി നേരെ ലൈറ്റ് ഹൗസിലേക്ക് പോകുന്നു. ലൈറ്റ് ഹൗസ് സംബന്ധമായ കാര്യങ്ങളും പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. അതുകൊണ്ട് ആ ലൈറ്റ് ഹൗസിന്റെ ഫോട്ടോകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരാൾ ചൂണ്ടയുമായി വരുന്നു. എന്റെ പേര് ആങ്കസ്, നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഞാനിവിടെ പുതുതായി താമസിക്കാൻ വന്നതാണ്. ഒരു പുസ്തകം എഴുതുന്നുണ്ട്. പുസ്തകത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഞാൻ തന്നെ ഫോട്ടോ എടുത്ത് നോക്കാറാണ് പതിവ്. അതാണ് ഈ ലൈറ്റ് ഹൗസിന്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ഞാനാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. വരൂ, നമുക്ക് പോകാം. സംസാരിച്ചുകൊണ്ട് മീനൊക്കെ പാചകം ചെയ്ത് കഴിക്കാം എന്ന് പറഞ്ഞ് അയാൾ വിളിക്കുന്നു. ഇല്ല, സാരമില്ല, ഞാൻ പോവാണ് എന്ന് അവൾ പറയുന്നു. നമ്മുടെ നായിക പോകുന്നതിന് മുമ്പ് അവിടെയാണ് എന്റെ വീട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ട് അവർ പോകുന്നു. തിരികെ വീട്ടിലെത്തി കഥ എഴുതാൻ ശ്രമിക്കുകയാണ് നായിക. കഥ എഴുതാൻ ഒരു മൂടില്ലാതെ അവർ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് അവരുടെ മകനെ കൺമുന്നിൽ കാണാൻ തുടങ്ങുന്നു. ആ കുട്ടി വെള്ളത്തിന് നേരെ ഓടുകയാണ്. ഡാ ഓടലേടാ എന്ന് പറഞ്ഞ് പുറകെ ഓടിച്ചെന്ന് മകനെ പിടിച്ചു വലിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കാരണമാണ് ഞാൻ മരിച്ചത് എന്ന് പറഞ്ഞ് ആ മകൻ അമ്മയും കുട്ടി വെള്ളത്തിലേക്ക് ചാടുന്നു. അവൾ വെള്ളത്തിൽ കിടന്ന് പിടയുകയാണ്. അതിനുശേഷം എങ്ങനെയോ കണ്ണു തുറക്കുന്നു. അതായത് ഇത് നമ്മുടെ നായിക കണ്ട സ്വപ്നമാണെന്ന് കാണിക്കുന്നു. എന്തൊരു ചീത്ത സ്വപ്നമാണിത് എന്ന് പറഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ തൊട്ടടുത്ത് മകൻ നനഞ്ഞു കുതിർന്നു നിൽക്കുന്നത് കാണുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ അവൻ കഴുത്ത് ഞെരിക്കുന്നു. അതും സ്വപ്നമായിരുന്നു. വീണ്ടും ഞെട്ടിയുണരുന്നു. സ്വപ്നത്തിന് മേൽ സ്വപ്നം വന്ന് ഇവരെ പേടിപ്പിക്കുകയാണ്. ഇതിനുശേഷം തനിച്ചിരുന്നാൽ ശരിയാകില്ലെന്ന് കരുതി അവർ അവിടെ നിന്നും നേരെ ലൈറ്റ് ഹൗസിലേക്ക് തന്നെ പോകുന്നു. അവിടെ ചെന്നപ്പോൾ ആങ്കസ് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ നമുക്ക് നായകൻ എന്ന് വിളിക്കാം. നായകൻ പാചകം ചെയ്യുന്നു. ഇപ്പോൾ അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. സംസാരിക്കുന്നതിനിടയിൽ എന്താപ്പാ നിങ്ങൾ തനിച്ച് താമസിക്കുന്നേ, എന്താ നിങ്ങളുടെ കഥ എന്ന് നായിക ചോദിക്കുമ്പോ, അല്ല, എനിക്ക് തനിച്ച് ജീവിക്കാനാണ് ഇഷ്ടം. വാ, ഞാൻ നിനക്ക് ഈ ലൈറ്റ് ഹൗസ് ഒക്കെ ഒന്ന് ചുറ്റിക്കാണിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി കാണിക്കുന്നു. അവിടെ ലൈറ്റ് ഹൗസിന്റെ ചിത്രം തന്നെ ആരോ വരച്ചുള്ളിൽ തൂക്കിയിട്ടിട്ടുണ്ട്. ഓ, നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ വരച്ചതല്ല, എന്റെ ഭാര്യ വരച്ചതാണ്. അവരുടെ പേര് കേറ്റ് എന്നാണ്. അവർക്ക് നന്നായി വരയ്ക്കാൻ അറിയാം. ഇപ്പോൾ അവർക്ക് ഇവിടെ തനിച്ച് ജീവിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്നെ വിട്ട് ദൂരേക്ക് പോയി. ഞാനും എന്റെ ഭാര്യയും തമ്മിൽ കണ്ടിട്ട് 1 വർഷത്തിലേറെയായി എന്ന് പറയുന്നു. മുകളിലേക്ക് വാ, പോകാം. മുകളിൽ ലൈറ്റ് ഹൗസിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഗ്രാമം കാണാൻ വളരെ ഭംഗിയാണ് എന്ന് പറഞ്ഞ് മുകളിൽ ലൈറ്റ് ഹൗസിന്റെ ബാൽക്കണിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. യഥാർത്ഥത്തിൽ ഈ ലൈറ്റ് ഹൗസ് എന്റെ കുടുംബത്തിലുള്ളവർ തന്നെയാണ് പണിതത്. മുത്തച്ഛൻ പണിതു, അച്ഛൻ നോക്കി നടത്തി. ഇപ്പോൾ ഞാനും നോക്കുന്നു. പരമ്പരാഗതമായി ഞങ്ങൾ ഇവിടെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ നായകൻ പറയുന്നു. അങ്ങനെ അവന്റെ കഥയെല്ലാം നായിക കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മനസ്സിൽ ഇപ്പോൾ കുറച്ച് സമാധാനമൊക്കെ തോന്നുന്നുണ്ട്. അവന്റെ കൂടെ സംസാരിക്കുമ്പോൾ നായികയ്ക്ക് നല്ല സന്തോഷവും തോന്നുന്നു. ഇപ്പോൾ സംസാരമെല്ലാം കഴിഞ്ഞ് അവിടെ നിന്നും പോകുന്നതിന് മുമ്പായി അവൻ എന്തെങ്കിലും സമ്മാനം നൽകണമെന്ന് കരുതി അവൾ എഴുതിയ ഒരു പഴയ പുസ്തകം കയ്യിൽ കൊടുത്തിട്ട് പോകുന്നു. വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ആ ലൈറ്റ് ഹൗസിലേക്ക് നോക്കുമ്പോൾ ലൈറ്റ് ഹൗസിൽ നിന്നും നമ്മുടെ നായകൻ ലൈറ്റ് ഓഫ് ചെയ്തും ഓൺ ചെയ്തും സിഗ്നൽ നൽകുന്നു. ഇത് കാണുമ്പോൾ ഇവർക്കും വലിയ സന്തോഷമാകുന്നു. ഇവരും ഇവിടെ നിന്നും ലൈറ്റ് ഓൺ ചെയ്തും ഓഫ് ചെയ്തും തിരിച്ചും സിഗ്നൽ നൽകുന്നു. ഇതിനുശേഷം ഇവർ സംസാരിച്ച് കൂടുതൽ അടുക്കുന്നുണ്ട്. ഇടയ്ക്കിടെ പോയി നായകനെ കാണാൻ തുടങ്ങി. നമ്മുടെ നായകന് സ്വന്തമായി 3 കുതിരകളുണ്ട്. ആ കുതിരപ്പുറത്ത് സവാരിക്കായി അവളെ കൊണ്ടുപോകുന്നു. നമ്മുടെ നായിക വളരെ സന്തോഷവതിയാണിപ്പോൾ. ഇവിടെ വന്നതിന് ശേഷം അവൾ ആകെ മാറിപ്പോയി. ഇപ്പോൾ സുഹൃത്തിനെ വിളിച്ച്, ഞാനിവിടെ ഒരാളെ കണ്ടുമുട്ടി, പേര് ആഗ്നസ്, എന്നെ നന്നായി നോക്കുന്നുണ്ട്.
ഞാനും അവനും വളരെ സന്തോഷത്തിലാണ്. ഈ ജീവിതം എന്തോ പുതുതായി സന്തോഷമുള്ളതായി തോന്നുന്നു എന്നൊക്കെ ഷെയർ ചെയ്യുന്നു. ഇപ്പോൾ ആംഗസും നമ്മുടെ നായികയും ചേർന്ന് ഫോട്ടോ എടുക്കാമെന്ന് തീരുമാനിക്കുന്നു. ഇതൊരു പഴയ കാലഘട്ടമാണ്. അതായത് ഈ സിനിമ 2006 ഇറങ്ങിയതാണ്. ആ സമയത്ത് ഫിലിം ക്യാമറയാണ് ഉള്ളത്. ആ ക്യാമറ വെച്ചിട്ട് രണ്ടുപേരും ചേർന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ നമ്മുടെ നായികയ്ക്ക് മകന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത ആ ഓർമ്മയാണ് വരുന്നത്. ഇവർ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോന്നു. അതുമാത്രമല്ല, ആ ഫോട്ടോ ഡെവലപ്പ് ചെയ്യാതെ ക്യാമറ അങ്ങനെ തന്നെ വെച്ചു. ഇപ്പോൾ വീണ്ടും മകനെക്കുറിച്ചുള്ള ചിന്തകൾ വരികയാണ്. വീട്ടിൽ തനിച്ചിരിക്കേണ്ട, മറ്റെവിടേക്കെങ്കിലും പോകാമെന്ന് കരുതി അടുത്തുള്ള ഒരു ചെറിയ ബാറിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോഴാണ് ബീച്ചിൽ വെച്ച് കണ്ട ആ സ്ത്രീ അവിടെയുണ്ട്. നീ വാതിൽ പൂട്ടാതെ വെച്ചത് നിന്റെ തെറ്റാണ്. നിന്റെ മകൻ നിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. നിന്റെ കൈപിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആ സ്ത്രീ പറയുമ്പോൾ നായിക ആകെ വല്ലാതാവുന്നു. ഒരുതരം പേടി തോന്നുന്നു. ഈ സ്ത്രീക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെയുള്ള ഒരു ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടുന്നത്. ആ സമയത്താണ് നായികയ്ക്ക് ബോധം വരുന്നത്. ഗ്ലാസ് പൊട്ടിയ ഉടനെ ആ സ്ത്രീ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുന്നു. അപ്പോൾ അടുത്ത വീട്ടിലെ മുത്തശ്ശൻ നായികയുടെ അടുത്തേക്ക് വരുന്നു. നീ ആ സ്ത്രീയെ കാര്യാക്കണ്ട, അതൊരു സൈക്കോയാണ്. ഇടയ്ക്ക് വട്ടായ പോലെ എന്തെങ്കിലുമൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കും. നീ ഏത് കാര്യമാക്കണ്ട, ടേക്ക് കെയർ മോളെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും വിടുന്നു. എന്നാലും നായികയുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഈ സ്ത്രീക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം? ഇവരിത് മന്ത്രവാദിനിയാണോ? ഈ സ്ത്രീക്ക് എന്റെ മകനെ പറ്റി എല്ലാം അറിയാലോ. നേരിട്ട് പോയി ഒന്ന് ചോദിക്കാമെന്ന് കരുതി ആ സ്ത്രീയുടെ വീട് കണ്ടുപിടിച്ച് അവിടെ ചെന്ന് വാതിൽ തട്ടി നോക്കുന്നു. ആ സ്ത്രീ ഉള്ളിലുണ്ട്. പക്ഷേ വാതിൽ തുറക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്ന് നായിക വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിലെത്തി എന്തെങ്കിലും കുടിക്കാമെന്ന് കരുതി ഫ്രിഡ്ജ് തുറന്ന് സാധനം എടുക്കുന്നു. എന്നിട്ട് ഡോർ അടയ്ക്കുമ്പോൾ മകന്റെ ആ ഫ്രിഡ്ജിലൊട്ടിക്കുന്ന മാഗ്നറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും. അത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ തോമസ് വാസ് ഹിയർ എന്നെഴുതിയിരിക്കുന്നു. തന്റെ മകൻ എന്തോ സിഗ്നൽ തരുന്നതാണോ? ആ സ്ത്രീ പറഞ്ഞതുപോലെ തന്റെ മകൻ തന്നെ പിന്തുടർന്ന് വന്നിട്ടുണ്ടോ എന്ന് കരുതി വല്ലാതെ പേടിക്കുന്നു. പേടിച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കരമായ കാറ്റും മഴയൊക്കെയാണ്. അതൊന്നും വകവയ്ക്കാതെ നേരെ പോയി നായകനെ കാണുന്നു. എന്താ ഈ സമയത്ത് വന്നിരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ആ കാര്യങ്ങളിൽ നിന്നും പുറത്തു വരാനാണ് ഞാനിവിടെ വന്നത്. എന്നിട്ട് പോലും എനിക്ക് സമാധാനമില്ല. ആ സ്ത്രീ പറയുന്നത് പോലെ എന്റെ മകൻ പിറകെ വരുന്നുണ്ടോ? എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടോ? മകൻ വിളിച്ചപ്പോൾ തന്നെ 5 മിനിറ്റിനുള്ളിൽ പോയിരുന്നെങ്കിൽ തീർച്ചയായും മകനെ രക്ഷിക്കാമായിരുന്നു. അതുമാത്രമല്ല, ആ സ്ത്രീ പറഞ്ഞതുപോലെ ഡോറ് ലോക്ക് ചെയ്തിരുന്നെങ്കിൽ എന്റെ മകൻ പുറത്തു പോകില്ലായിരുന്നു. എല്ലാത്തിനും ഞാനാണ് കാരണം എന്ന് പറഞ്ഞ് കരയുന്നു. അപ്പോൾ അവൻ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ അവർക്കിടയിൽ പ്രണയം ഉടലെടുക്കുന്നു. അടുത്ത സീൻ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. നമ്മുടെ നായിക രാത്രി അവിടെയാണ് ഉറങ്ങിയത്. നായിക ഇടയ്ക്കിടെ ഒരു ചെറിയ ബോട്ടിൽ വരാറില്ലേ, ആ ബോട്ടിൽ തന്നെ ഒരു ചെറിയ രൂപം മരത്തിൽ കൊത്തി നായികയ്ക്ക് സമ്മാനമായി കൊടുക്കുന്നു. നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് അത് വാങ്ങുന്നു. ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു പോകുമ്പോൾ അവിടെ ചെറിയൊരു ചിപ്പി കുഴിച്ചിടുന്നു. കുഴിച്ചിടുമ്പോൾ ഒരു കവിത പോലെ പറയുന്നു. എന്തെന്നാൽ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ചേർന്ന് ഈ ചിപ്പി കുഴിച്ചിടണം. അതിനുശേഷം രണ്ടുപേരും വെവ്വേറെ പോയിട്ട് വീണ്ടും വന്ന് ആരാണോ ആ ചിപ്പി കുഴിച്ചെടുക്കുന്നത് അവരാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. അവരുടെ കൂടെ തന്നെ ആ പാർട്ട്ണർ വരും. ജീവിതകാലം മുഴുവൻ സന്തോഷമായി ഇരിക്കും എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് എന്നവള് പറയുന്നു. ഇപ്പോൾ നായിക പോകുന്നതിന് മുമ്പ് എന്റെ അടുത്ത വീട്ടിലെ മുത്തശ്ശിയുടെ പിറന്നാളാണ്. അവർ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. തനിയെ പോകാനൊരു മടി, നീയും കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായും വരാം, നീ പോയി റെഡിയാകൂ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് നായിക പോകുന്നു. ഇപ്പോൾ ഈ സീൻ കട്ടാവുകയാണ്. അടുത്ത സീനിൽ നായികയുടെ വീട് കാണിക്കുന്നു. ഇപ്പോൾ അവർക്ക് മനസ്സ് കുറച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. വീണ്ടും ഇരുന്ന് പുസ്തകമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പാർട്ടിയുടെ സമയമായി എന്ന് പറഞ്ഞിറങ്ങുന്നു. പാർട്ടിയിൽ കാമുകൻ ആഗ്നസ് വരും എന്ന് കരുതി കാത്തിരുന്ന് നോക്കുമ്പോൾ സമയം കുറേയായി, ആളെ കാണാനില്ല. ഇപ്പോൾ ഈ ഗ്രാമത്തിൽ വന്ന ശേഷം പരിചയപ്പെട്ട ഒരു സ്ത്രീയുണ്ട്. അവരുടെ അടുത്ത് പോയി ഞാൻ ആഗ്നസിനെ കണ്ടു, ആഗ്നസ് പാർട്ടിക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു, ഞാനാണ് ക്ഷണിച്ചത്, പക്ഷേ ആളിതുവരെ വന്നില്ല, എന്താ അദ്ദേഹം വരാത്തത്? നിങ്ങളാരും അദ്ദേഹത്തെ വിളിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. എന്താ, ആഗ്നസിനെ കണ്ടെന്നോ? എവിടെ വെച്ച് കണ്ടു എന്ന് ചോദിക്കുന്നു. ലൈറ്റ് ഹൗസിന്റെ അവിടെ വെച്ച് കണ്ടു. ആ ലൈറ്റ് ഹൗസിലാണ് അദ്ദേഹം എപ്പോഴും ഉള്ളത്. അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് അദ്ദേഹമാണ് എന്ന് പറയുന്നു. ഞങ്ങളൊക്കെ ആഗ്നസിനെ കണ്ടിട്ട് 7 വർഷമായി എന്ന് പറയുന്നു. ശരി, ആഗ്നസിനെ കാണാൻ എങ്ങനെയിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇവർ ലക്ഷണങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് അവൻ തന്നെയാണ്. നീ പറയുന്നതെല്ലാം ശരിയാണ്. പക്ഷേ ആഗ്നസ് 7 വർഷം മുമ്പേ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അവൾ ആകെ ഞെട്ടിപ്പോകുന്നു. വെറുതെ കളിയാക്കാതെ എന്ന് പറഞ്ഞ് വേറെ ആരുടെ അടുത്ത് ചോദിച്ചാലും ഇതേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നു. എന്താ, എല്ലാരും കൂടി ചേർന്ന് എന്നെ കളിയാക്കുവാണോ? തമാശ കാണിക്കുകയാണോ? വെറുതെ കോമഡി കളിക്കാതെ എന്നവൾ പറയുന്നു. ഏയ് അല്ല മോളെ, ഞങ്ങൾ സത്യാ പറയുന്നേ എന്നവർ പറയുന്നു. ഇപ്പോൾ എല്ലാവരോടും ദേഷ്യപ്പെട്ട് ഞാൻ പോയി ആഗ്നസിനെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആ ബോട്ടിൽ കയറി നേരെ ലൈറ്റ് ഹൗസിലേക്ക് പോകുന്നു. ലൈറ്റ് ഹൗസിനുള്ളിൽ പോയി നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. ഇതിനു മുമ്പ് ആഗ്നസിനെ കാണാൻ വരുമ്പോൾ ഈ സ്ഥലം മുഴുവൻ സാധനങ്ങളുണ്ടായിരുന്നു. ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ബെഡ്, കട്ടിൽ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. നല്ല വൃത്തിയായി വെച്ചിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ എല്ലാം പഴയതുപോലെ ഇരിക്കുന്നു. ഇവിടെ ആരും താമസിക്കുന്നത് പോലെ തോന്നുന്നില്ല. ഇതെങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞ് അവർ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ ഇതേ സമയം ആ അടുത്ത വീട്ടിലെ മുത്തശ്ശി പിറകെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് എന്ത് ചെയ്യാൻ മോളെ എന്ന് ചോദിക്കുമ്പോൾ ആഗ്നസിനെ തിരയുകയാണെന്ന് പറയുന്നു. അവർ പറഞ്ഞതെല്ലാം സത്യമാണ് മോളെ. 7 വർഷം മുമ്പ് ആഗ്നസും ആഗ്നസിന്റെ ഭാര്യയും ഭാര്യയുടെ കാമുകനും മരിച്ചുപോയി. സത്യത്തിൽ ആഗ്നസിന്റെ ഭാര്യയ്ക്ക് മറ്റാരുമായോ ബന്ധമുണ്ടായിരുന്നു. ഇത് ആഗ്നസിനെ കൂടാതെ ഈ ഗ്രാമത്തിലുള്ളവർക്ക് എല്ലാം അറിയായിരുന്നു. ഒരു ദിവസം ആഗ്നസിന് ഇത് മനസ്സിലായപ്പോ ആ കാമുകനുമായി ഭയങ്കരമായൊരു വഴക്കുണ്ടായി. അയാളെ കൊന്നു കെട്ടിത്തൂക്കി. അതിനുശേഷം ഭാര്യയെയും കൊന്നിട്ട് ഇയാൾ മുകളിൽ ബാൽക്കണിയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു. ഞാൻ പതിവ് പോലെ ഇടയ്ക്ക് അവനെ കാണാൻ വരുമായിരുന്നു. അന്നും പതിവ് പോലെ കാണാൻ വന്നപ്പോ അതെല്ലാം കണ്ട് ഷോക്കായി ആഗ്നസിനെ തിരക്കി മുകളിലേക്ക് പോകുമ്പോ അവൻ എന്നെ കണ്ടിട്ട് മുകളിൽ നിന്നും താഴേക്ക് എടുത്തു ചാടി. അവനെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് മുത്തച്ഛൻ പറയുന്നു. എന്നിട്ട് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. നമ്മുടെ നായികയ്ക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ കണ്ടതാണ്. അവന്റെ കൂടെയാണ് 1 മാസമായി കറങ്ങുന്നേ. അവന്റെ കുതിരപ്പുറത്ത് ഞാൻ സഞ്ചരിച്ചു. അവൻ എനിക്കെല്ലാം ചുറ്റി കാണിച്ചു തന്നു. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഞാനൊരു ഭ്രാന്തിയല്ല, എനിക്ക് ഭ്രാന്തില്ല എന്ന് പറഞ്ഞ് ഇവളും നായകനും ചേർന്ന് ഒരു ഫോട്ടോ എടുത്തില്ലേ, ആ ക്യാമറയിലുള്ള ഫിലിം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകില്ല. ഇപ്പോൾ ഞാൻ തെളിവ് കാണിക്കാന്ന് പറഞ്ഞ് ക്യാമറയിൽ നോക്കിയപ്പോ ഫിലിം കാണാനില്ല. ഇല്ല മോളെ, ഞാൻ പറയുന്നത് കേക്ക്, വിശ്വസിക്കേ. ആഗ്നസ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ ജീവനോടെ ഇല്ല. അവൻ മരിച്ചിട്ട് 7 വർഷമായി എന്ന് മുത്തശ്ശൻ പറയുന്നു. അപ്പോൾ അവൾ വേറെ എന്തോ തിരയുകയാണ്. എന്താണ് തിരയുന്നതെന്ന് വെച്ചാൽ അവൻ കൊത്തിയുണ്ടാക്കിയ ഒരു ചെറിയ ബോട്ട് സമ്മാനം കൊടുത്ത ആ സാധനം തിരയുകയാണ്. ഈ മുത്തശ്ശൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ അത് അംഗീകരിക്കുന്നില്ല. ഇവരുടെ മനസ്സ് അത് സമ്മതിക്കുന്നില്ല. എനിക്കെല്ലാം സത്യമായി തോന്നുന്നു. ഇതൊന്നും കള്ളമല്ല. ഞാൻ കണ്ടത് ഒന്നും കള്ളമല്ല. എനിക്ക് വെറുതെ തോന്നിയതല്ല എന്ന് പറയുന്നു. നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ അടുത്തുള്ള ശവപ്പറമ്പിൽ പോയി നോക്ക്. അവിടെ ഒരു കല്ലറയുണ്ട്. അത് കണ്ടാൽ നിനക്കെല്ലാം മനസ്സിലാകുമെന്ന് പറയുമ്പോൾ അവൾ അവിടെ പോയി നോക്കുന്നു. അവിടെ ആഗ്നസിന്റെയും ഭാര്യയുടെയും മൃതദേഹം അടുത്തടുത്തായി അടക്കം ചെയ്തിരിക്കുന്നത് കാണുന്നു. ഇത് നായിക നോക്കി നിൽക്കുമ്പോൾ അവിടെ ആ മുത്തശ്ശൻ വരുന്നു. ഇപ്പോഴെങ്കിലും നിനക്ക് വിശ്വാസമായോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ പോലും അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അടുത്തുള്ള ഒരു നെറ്റ് കഫേയിൽ പോയി ഇപ്പോൾ ആഗ്നസ് മരിച്ചുപോയെന്ന് പറയുന്നില്ലേ, അന്ന് തീർച്ചയായും ആ വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ടാകും. ആ വാർത്ത കാണാൻ പറ്റുമോ എന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കൃത്യമായി അവരുടെ ഭാര്യയും കാമുകനും മരിച്ച ആ ദിവസത്തെ പത്രവാർത്തയുടെ ഭാഗം മാത്രം കാണുന്നു. ഫോട്ടോ ഒന്നുമില്ല. എന്താ ഫോട്ടോ ഒന്നും ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറയത്തക്ക വലിയ വാർത്ത ഒന്നുമില്ലായിരുന്നു. ആഗ്നസ് തന്റെ ഭാര്യയും കാമുകനെയും കൊന്നിട്ട് അയാളും ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് ആഗ്നസിന്റെ ഫോട്ടോ കാണാൻ പറ്റുമോ, ഫോട്ടോ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകില്ല, നീ വേണമെങ്കിൽ ലൈബ്രറിയിൽ പോയി നോക്ക്, തീർച്ചയായും അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ നായിക ഇറങ്ങാണ്. എന്നാൽ പോകുന്നതിന് മുമ്പ് ഒന്ന് ഫോൺ വിളിച്ചു നോക്കാമെന്ന് കരുതി ഫോൺ ചെയ്തപ്പോൾ ലൈബ്രറി അടച്ചിട്ടിരിക്കുകയാണ്. നാളെ വരൂ എന്ന് പറയുന്നു. ഇപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. തല വെട്ടിപ്പൊളയുന്നത് പോലെ തോന്നുന്നു. ശരി, ഓക്കെ, ഫ്രണ്ടിനെങ്കിലും വിളിച്ച് പറയാമെന്ന് കരുതി ഇതെല്ലാം അവളോട് പറയുന്നു. അവർ പറയുന്നത് പോലെ ഞാൻ ഭ്രാന്തിയല്ല, ഞാൻ കണ്ടു, സത്യമായും കണ്ടു, നീയെങ്കിലും വിശ്വസിക്കേ എന്ന് പറയുന്നു. ഇവിടെ നോക്ക്, നീ അവിടെ തനിച്ചിരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഈ പ്രശ്നങ്ങളെല്ലാം. നീ ഇങ്ങോട്ട് തിരിച്ചു വാ എന്ന് ഫ്രണ്ട് പറയുന്നു. ഞാൻ വരില്ല, സത്യം കണ്ടുപിടിക്കാതെ ഞാൻ എങ്ങോട്ട് വരില്ല എന്ന് പറയുന്നു. അപ്പോൾ ഫ്രണ്ട് പറയുന്നു, നീ വരണ്ട, ശരി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അഡ്രസ്സൊക്കെ വാങ്ങി അവൾ പുറപ്പെടുന്നു. ഇപ്പോൾ നമ്മുടെ നായികയ്ക്ക് വളരെ വിഷമമുണ്ട്. എന്തു ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ കിടന്നുറങ്ങിപ്പോകുന്നു. ഉറങ്ങി പെട്ടെന്ന് രാത്രി കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ ലൈറ്റ് ഹൗസിൽ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. ശരി, എന്തായാലും പോയി നോക്കാമെന്ന് കരുതി അവിടെ നിന്നും രാത്രിയാണെന്ന് പോലും നോക്കാതെ നേരെ ലൈറ്റ് ഹൗസിലേക്ക് പോകുന്നു. അവിടെ ലൈറ്റ് മാത്രം കത്തുന്നുണ്ട്. എന്തായാലും ഉള്ളിൽ പോയി നോക്കാമെന്ന് കരുതി ഉള്ളിലേക്ക് പോകുമ്പോൾ കൃത്യമായി ആ പടികളുടെ അടുത്തെത്തുന്നു. ആ സമയം എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. മുകളിൽ ആരോ ഉള്ളതുപോലെ ഒരു ശബ്ദം. അവളും മുകളിൽ കയറി ആ ബാൽക്കണിയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആരെയും കാണാനില്ല. ഇതേ സമയം ഫ്രണ്ട് അവിടെ എത്തി. ഫ്രണ്ട് താഴെ നിന്നിട്ട് നായികയെ കാണുമ്പോൾ നായിക മുകളിൽ നിന്നും ചാടാൻ പോകുന്നത് പോലെ ഫ്രണ്ടിന് തോന്നുന്നു. ഇടി, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അവിടെ പോയി നിന്ന് നീ എന്ത് ചെയ്യാണ്? മര്യാദയ്ക്ക് താഴേക്ക് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് ഒച്ച വെക്കുന്നു. നായിക താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് ആഗ്നസ് മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു, നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആരുമില്ല, നിന്നെ കൂടാതെ വേറെ ആരുമില്ല എന്ന് പറയുന്നു. അപ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിന് പിന്നിലായി ആഗ്നസ് വരുന്നു. ഇപ്പൊ നോക്ക്, നിനക്ക് പിന്നിൽ ആഗ്നസ് നിൽക്കുന്നു, തിരിഞ്ഞു നോക്ക് എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ അവിടെയും ആരെയും കാണാനില്ല. ഇവിടെ നോക്ക്, നിനക്കെല്ലാം തോന്നുന്നതാണ്, ഇതെല്ലാം നിന്റെ ഇമാജിനേഷൻ മാത്രമാണ്. കണ്ണടച്ചാൽ എല്ലാം മാഞ്ഞു പോകും, എല്ലാം നോർമലാകും എന്ന് പറഞ്ഞാലും നായികയ്ക്ക് എല്ലാം കാണുന്നുണ്ട്. അതായത് ഒന്നും മാഞ്ഞു പോകുന്നില്ല. നീ പുറകിലേക്ക് നോക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആഗ്നസ് ഒരു കത്തി വെച്ച് ഈ പെൺകുട്ടിയെ ക്രൂരമായി കുത്തുന്നു. ഫ്രണ്ട് അവിടെ തന്നെ വീണ് മരിക്കുന്നു. ഇത് കണ്ടിട്ട് നായിക പേടിച്ച് അവിടെ നിന്ന് ഓടുന്നു. ഓടി നേരെ ആ ഗ്രാമത്തിലുള്ളവർ സമയം ചെലവഴിക്കുന്ന ഒരു പമ്പ് പോലെയുള്ള ബാറിലേക്ക് പോകുന്നു. അവിടെയാണ് എല്ലാവരും ഉണ്ടാവുക. നായിക ആ സ്ഥലത്തേക്ക് ചെന്നിട്ട് മുത്തച്ഛനെ കണ്ട്, നിങ്ങൾ ഉടനെ എന്റെ കൂടെ വരൂ,
എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് ലൈറ്റ് ഹൗസിലേക്ക് വരുന്നു. എന്റെ ഫ്രണ്ട് അവിടെ വന്നു. ആഗ്നസ് അവളെ കത്തിയെടുത്ത് കുത്തിക്കൊന്നു എന്ന് പറയുമ്പോൾ അവിടെ ഡെഡ് ബോഡി കാണാനില്ല. ഡെഡ് ബോഡി മാത്രമല്ല, അവിടെ ഒരു തുള്ളി ചോര പോലുമില്ല. എന്താ മോളെ, ഡെഡ് ബോഡിയും കാണാനില്ല, ചോരയുമില്ല. ആര് വന്ന് ആരെ കൊല്ലാനാണ്? നീ വെറുതെ ഭാവനയിൽ കാണുന്നതാണ്. എല്ലാം നിന്റെ ഇമാജിനേഷനാണ് എന്നെല്ലാം അദ്ദേഹം പറയുന്നു. മുത്തശ്ശ, ഞാൻ സത്യം കണ്ടു. ലൈറ്റ് ഹൗസിൽ ലൈറ്റ് തെളിഞ്ഞു. അത് കണ്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ബാൽക്കണിയിൽ ആഗ്നസിനെ കണ്ടു. അവനെ കണ്ട് മുകളിലേക്ക് പോകുമ്പോൾ എന്റെ ഫ്രണ്ട് വന്നു. ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആഗ്നസ് വന്ന് അവളെ കത്തിക്കൊണ്ട് കുത്തിക്കൊന്നിട്ട് പോയി എന്ന് പറയുന്നു. നീ പറയുന്നതെല്ലാം ഓക്കെ, പക്ഷെ ബോഡി എവിടെ? രക്തം എവിടെ? മരിച്ചുപോയവൻ എങ്ങനെ വന്ന് കൊല്ലാനാണ്? നീ ഒന്ന് സമാധാനപ്പെട്, എല്ലാം ശരിയാകും എന്ന് മുത്തശ്ശൻ പറയുന്നു. ഞാൻ കണ്ടതാണ്, നിങ്ങളുടനെ പോലീസ് വിളിക്കൂ എന്നവള് പറയുന്നു. ഒന്നും നടക്കാതെ പോലീസിനെ വിളിച്ച് എന്തു പറയാനാണ്? നീ വേണമെങ്കിൽ നിന്റെ ഫ്രണ്ടിനെ തന്നെ ഒന്ന് വിളിച്ചു നോക്ക്. അവൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ എന്ന് പറയുന്നു. ഇതൊരു നല്ല ഐഡിയ ആണല്ലോ എന്ന് കരുതി ഫ്രണ്ടിനെ വിളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ കോള് പോകുന്നില്ല. എല്ലാം വോയിസ് മെയിലിലേക്കാണ് പോകുന്നത്. ഇതെല്ലാം കണ്ടിട്ട് മുത്തച്ഛന് വിഷമാകുന്നു. നിന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ പാവം തോന്നുന്നു. നീ തനിച്ച് താമസിക്കുന്നത് കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും. നീ എന്റെ വീട്ടിലേക്ക് വാ, ഇന്ന് ഒരു ദിവസമെങ്കിലും അവിടെ നിൽക്ക്. വാ മോളെ, വീട്ടിലേക്ക് പോകാമെന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. സത്യമായും എനിക്കൊരു കുഴപ്പമില്ല. ദയവ് ചെയ്ത് എന്നെ തനിച്ചു വിടൂ എന്ന് പറയുന്നു. മുത്തശ്ശൻ തിരികെ പോയി. ഇപ്പോൾ നായിക വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയിട്ട് മറ്റൊരു കോമൺ ഫ്രണ്ടിനെ വിളിച്ച് എന്റെ ഫ്രണ്ടിനെ കാണാനില്ല, അവൾക്കെന്തോ ജീവൻ ആപത്തുണ്ട് എന്ന് പറയുന്നു. നീ എനിക്ക് വേണ്ടി അവൾ വീട്ടിലുണ്ടോ എന്ന് പോയി നോക്കാമോ എന്ന് ചോദിക്കുന്നു. ഞാനിപ്പോ വേറൊരു ആവശ്യത്തിന് പുറത്തു വന്നിരിക്കുകയാണ്. ഒരു ഡിന്നർ പാർട്ടിയിലാണ്. അത് കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാം, ഇപ്പൊ കുറച്ച് തിരക്കിലാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. ഇവൾക്ക് ദേഷ്യം കൂടുന്നു. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ മകന്റെ ആ ടോയ് കാർ തനിയെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇവർ എത്ര നാളായി ഇത് ഭാവനയാണെന്നും അല്ലെങ്കിൽ സ്വപ്നമാണെന്നും കരുതിയിരുന്നു. എന്നാൽ സത്യമായും അത് ഓടുന്നുണ്ട്. സത്യമായും മകൻ എന്നെ പിന്തുടർന്ന് വരുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. ഇനി എങ്ങോട്ട് പോകും? ഇനി ആഗ്രഹമില്ല. അവൻ എന്ത് സംഭവിച്ചു എന്നറിയില്ല. എങ്ങോട്ട് പോകും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സ്ത്രീയെ ഓർമ്മ വരുന്നു. ആ സ്ത്രീ നായികയെ കാണുമ്പോൾ മകൻ വന്നിട്ടുണ്ട്, മകൻ നിന്റെ കൂടെയുണ്ട് എന്നൊക്കെ പറയാറില്ലേ? ആ സൈക്കിക് സ്ത്രീയുടെ വീട്ടിൽ പോയി വാതിലിൽ മുട്ടുമ്പോൾ അവർ വാതിൽ തുറക്കുന്നു. എനിക്കാകെ പേടിയാകുന്നു. എന്റെ മകൻ എന്നെ പിന്തുടരുന്നുണ്ടോ എന്നെനിക്ക് പേടിയാകുന്നു എന്നവൾ പറയുന്നു. അതെ, അവൻ നിന്റെ കൂടെ തന്നെയുണ്ട്, നിന്റെ കൂടെ വരുന്നുണ്ട് എന്ന് ആ സ്ത്രീ പറയുന്നു. ആര്? എന്റെ മകനോ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ മകനല്ല, അത് ആഗ്നസ് ആണ്. ആഗ്നസിന്റെ ആത്മാവാണ് നിന്റെ പിന്തുടരുന്നത്. നീ ഇനി മേലിൽ ആ ലൈറ്റ് ഹൗസിലേക്ക് പോകരുത്. ആഗ്നസ് മരിച്ചിട്ട് പ്രേതമായി കറങ്ങി നടക്കാണ് എന്ന് പറയുമ്പോൾ അവൾക്കത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അല്ല, ഞാൻ ആഗ്നസിനെ കണ്ടതാണ്. ഒരു മാസമായി അവന്റെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്തത് എന്നും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്നു. ശേഷം വീണ്ടും ആ കോമൺ ഫ്രണ്ടിനെ വിളിച്ച് നീ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി നോക്കിയോ എന്ന് ചോദിക്കുന്നു. ഇല്ല, ഞാൻ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഞാൻ അവളെ വിളിച്ചു നോക്കി. കോള് പോകുന്നില്ല എന്ന് പറയുമ്പോ എടാ പൊട്ടാ, കോള് പോകുന്നില്ല എന്ന് കണ്ടിട്ടാണ് നിന്നോട് പോയി നോക്കാൻ പറഞ്ഞേ. പോടാ പൊട്ടാ എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യുന്നു. ഇവനൊന്നും മനസ്സിലാകുന്നില്ല. ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ നേരെ നായികയുടെ രണ്ടാം ഭർത്താവിനെ വിളിക്കുന്നു. വിളിച്ച് നിന്റെ ഭാര്യ ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു, അവളുടെ ഫ്രണ്ടിന്റെ ജീവൻ അപകടത്തിലാണെന്നൊക്കെ പറയുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആകെ കൺഫ്യൂഷനാണ്. നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നിന്റെ ഭാര്യയെ വിളിച്ച് സംസാരിക്കേ, ഇല്ലെങ്കിൽ ആ ഫ്രണ്ട് എവിടെയുണ്ടെന്ന് നോക്ക് എന്ന് പറയുന്നു. ശരി, ഓക്കെ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവനും ഫോൺ വയ്ക്കുന്നു. ഇപ്പോൾ സീൻ കട്ട് ചെയ്ത് ഫ്രണ്ടിനെയും ആഗ്നസിനെയും കാണിക്കുന്നു. സത്യത്തിൽ ഇവൻ മരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇവൻ യഥാർത്ഥ ആഗ്നസും അല്ല. നായികയുടെ ഫ്രണ്ടാണ് പണം കൊടുത്ത് ആഗ്നസിനെ പോലെ അഭിനയിക്കാൻ പറഞ്ഞത്. ആ നായികയുടെ അടുത്ത് ഇടപഴകി അവളെ പറ്റിക്കണമെന്ന് പറഞ്ഞ് അയച്ചതാണ്. ഇപ്പൊ കുറച്ച് കാശുതാ, ബാക്കി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ തരാമെന്ന് പറയുന്നു. ശരി, ഞാൻ നിന്നോട് ആ ലൈറ്റ് ഹൗസിന് താഴേക്ക് നിൽക്കാനല്ലേ പറഞ്ഞേ? നീ എന്തിനാണ് ലൈറ്റ് ഹൗസിന് മുകളിൽ പോയത് എന്ന് ചോദിക്കുന്നു. ഞാനിവിടെ മുകളിൽ പോയി, ഞാൻ താഴെ തന്നെയാ നിന്ന് എന്നവൻ പറയുന്നു. ശരി, നീ എന്തിനാണ് ആ പെൺകുട്ടിയെ പേടിപ്പിക്കാൻ വേണ്ടി ആ കുട്ടിയുടെ ടോയ്സ് ഒക്കെ വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാനങ്ങനെയൊന്നും വെച്ചില്ല. നീ എന്താ ആ പെൺകുട്ടിക്ക് സപ്പോർട്ട് ചെയ്യാണോ? ആ പെൺകുട്ടിയുടെ സത്യമായി പ്രണയത്തിലാണോ? നീ അഭിനയിക്കാൻ വന്നതാണ്. കാശ് വാങ്ങിയിട്ട് സ്ഥലം വിട്ടോ, ആവശ്യമില്ലാത്ത പണിയൊന്നും നോക്കണ്ട എന്ന് പറയുമ്പോൾ നീ എനിക്ക് തരേണ്ട കാശ് തന്നാ ഞാൻ എന്റെ പാട്ടിന് പൊക്കോളാം. ഞാൻ വേറെ എന്ത് ചെയ്യാനാണ് എന്ന് പറയുന്നു. നിന്റെ കാശ് ഞാൻ പെട്ടെന്ന് തരാം എന്ന് പറഞ്ഞ് അവള് പോകുന്നു. പക്ഷെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, ആഗ്നസായി അഭിനയിച്ചവൻ, ഇവനോട് അഭിനയിക്കാൻ പറഞ്ഞെങ്കിലും ഇവൻ സത്യത്തിൽ നായികയെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. നായികയുടെ കൂടെ ഉള്ളപ്പോ എടുത്ത ഫോട്ടോകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവനേതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ട്രെയിൻ വരുന്നു. അവിടെ ഒരു ഫ്ലാഷ് അടിക്കുന്നു. ആ ഫ്ലാഷ് കാണുമ്പോൾ നായികയും ഹീറോയും ചേർന്ന് ഫോട്ടോ എടുത്ത കാര്യം ഓർമ്മ വരുന്നു. സത്യത്തിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ആ ഫിലിം റോൾ ഇവനാണ് ദൂരേക്ക് വലിച്ചെറിഞ്ഞത്. ആ ഫിലിം റോൾ എടുത്ത് നോക്കിയാ ആ ഫോട്ടോ ഡെവലപ്പ് ചെയ്ത് വെക്കാലോ എന്ന് കരുതി അതെടുക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ആ ഗ്രാമത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ ആ സീൻ കട്ടാവുകയാണ്. നമ്മുടെ നായികയെ കാണിക്കുന്നു. നായിക വീട്ടിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ആ വീടിനുള്ളിൽ
ആരോ വന്നതുപോലെയുള്ള ശബ്ദം. ഇവർ കത്തിയെടുത്ത് എന്താ ശബ്ദം, ആരാ ഈ സമയത്ത് വീട്ടിൽ വന്നത് എന്ന് നോക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ഭർത്താവ് അവിടേക്ക് വരുന്നു. വന്നവൻ അവളുടെ വായ പൊത്തിപ്പിടിച്ച് ബോധം കെടുത്തുന്നു. ഇവനെന്തിനാ ഇവിടെ വന്നത്, എന്തിനാ ബോധം കെടുത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇതേ സമയം ആഗ്നസ് ആ ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ടാകും. ആ ഫിലിം റോൾ എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തേക്ക് നോക്കി കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്നും പോകാമെന്ന് കരുതി നോക്കുമ്പോൾ നമ്മുടെ നായിക പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ ചിപ്പി ആരാണോ മണ്ണിൽ നിന്നും എടുക്കുന്നത് അവരുടെ കൂടെ ആ പെൺകുട്ടി വരും, അല്ലെങ്കിൽ പാർട്ട്ണർ വരും. അതോർത്ത് തനിക്കെന്തുകൊണ്ട് ആ ചിപ്പി കുഴിച്ചെടുത്തുകൂടാ എന്ന് കരുതി അതേ സ്ഥലത്ത് പോയി ചിപ്പി കുഴിച്ചെടുത്ത് അപ്പോൾ അവന് വല്ലാതെ വിഷമം വരുന്നു. അവൻ നേരെ ആ ലൈറ്റ് ഹൗസിലേക്കും പോകുന്നു. ലൈറ്റ് ഹൗസിൽ പോയി നായികയുമായി ഇടപഴകിയ കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തോ ഒരു ശക്തി വരുന്നു. അവനെ ക്രൂരമായി ആക്രമിക്കുന്നു. അവൻ ഉറക്കെ നിലവിളിക്കുന്നു. ഇപ്പോൾ ആ സീൻ കട്ട് ചെയ്ത് ആ അടുത്ത വീട്ടിലെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണിക്കുന്നു. ഇവർ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോ വാതിലിൽ മുട്ടുന്നു. ആരാണെന്ന് നോക്കിയാൽ ആ സൈക്കോ സ്ത്രീയാണ്. നായികയുടെ ജീവന് ഭീഷണിയുണ്ട്, നിങ്ങൾ ഉടനെ പോയി ആ കുട്ടിയെ രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് വൈകി, നീ ആദ്യം ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ വാതിലടയ്ക്കുന്നു. ആ സ്ത്രീയെ ആരും കാര്യമാക്കാറില്ലല്ലോ, ഭ്രാന്തി എന്നല്ലേ വിളിക്കാറുള്ളൂ. മുത്തശ്ശൻ വാതിൽ ലോക്ക് ചെയ്യുന്നു. അപ്പോൾ മുത്തശ്ശി പറയുന്നു, നമ്മളെപ്പോഴും ആ സ്ത്രീയെ ഭ്രാന്തി എന്ന് വിളിക്കുന്നു. ഒരുപക്ഷെ ആ സ്ത്രീ പറയുന്നത് സത്യമാണെങ്കിലോ, നമുക്ക് പോയി ആ കുട്ടിയെ രക്ഷിക്കാം. ആ സ്ത്രീ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്ന് നോക്കാം. നിങ്ങൾ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വാ എന്ന് പറയുന്നു. ശരിയെന്ന് പറഞ്ഞ മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇപ്പോൾ ആ സീൻ കട്ടാവുകയാണ്. ആ ഭർത്താവ് നായികയെ തൂക്കിയെടുത്ത് ഒരു ബോട്ടിൽ വന്നിട്ടുണ്ട്. ഇതേ ബോട്ടിൽ ആ ഫ്രണ്ടും ഉണ്ട്. ഇപ്പോൾ നായികയുടെ കാലിൽ ഒരു ചങ്ങല കെട്ടി ആ ചങ്ങലയുടെ മറ്റേ അറ്റത്ത് വലിയൊരു ഭാരവും കെട്ടിയിടുന്നു. ഇതെല്ലാം ഒരു പൂട്ടിട്ട് ലോക്ക് ചെയ്യുന്നു. ലോക്ക് ചെയ്തിട്ട് ഫ്രണ്ട് പറയുന്നു, നീ കണ്ടതൊന്നും തോന്നലുകളല്ല, ഇവിടെ ഒരു പ്രേതവുമില്ല, ഒന്നുമില്ല, ഇതെല്ലാം ഞങ്ങളുടെ പണിയാണ്, ഞങ്ങളുടെ പ്ലാനാണെല്ലാം. ഇതിനുശേഷം നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്വത്തെല്ലാം എനിക്ക് തന്നെയാണ്. നായികയുടെ പേരിൽ 4 മില്യൺ യൂറോ വിലമതിക്കുന്ന സ്വത്തുണ്ട്. അതുകൂടാതെ ഇവരുടെ പേരിൽ ഇൻഷുറൻസും ഉണ്ട്. ഇതെല്ലാം എനിക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. ഭർത്താവും നായികയും പിരിയാൻ പോവുകയാണ്. ഡിവോഴ്സിന് അപേക്ഷ നൽകി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നായിക മരിച്ചുപോയാൽ ആ സ്വത്ത് മുഴുവൻ ഇവന് ലഭിക്കും, ഇൻഷുറൻസ് പണവും ഇവന് ലഭിക്കും എന്ന് പറഞ്ഞ് ഈ ഫ്രണ്ടും ഭർത്താവും ചേർന്ന് കൃത്യമായി പ്ലാൻ ചെയ്തതാണിത്. അവർ തമ്മിൽ ഒരു സീക്രട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. നായികയെ ഇവിടെ കൊണ്ടുവന്ന് ഭ്രാന്തിയെ പോലെ പുറം ലോകത്തിന് മുന്നിൽ കാണിച്ച് കൊല ചെയ്യാൻ നോക്കുമായിരുന്നു. ഇതെല്ലാം സംസാരിച്ച് ഇവർ നടുക്കടലിലേക്ക് പോകാമെന്ന് കരുതി പോകുമ്പോൾ നായിക കണ്ണു തുറക്കുന്നു. ഇതെല്ലാം കേൾക്കുന്നു. അവിടെ തന്നെ താക്കോൽ ഇരിപ്പുണ്ട്. ആ താക്കോൽ വെച്ച് പൂട്ട് തുറക്കാൻ നോക്കുമ്പോൾ ഫ്രണ്ട് അത് കാണുന്നു. അവള് കണ്ണു തുറന്നു രക്ഷപ്പെടാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് അവലിയെ വെയിറ്റ് എടുത്ത് കടലിലേക്ക് ഇടുന്നു. നായികയും എടുത്ത് കടലിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചപ്പോൾ നായിക ബോട്ടിനെ മുറുകെ പിടിച്ച് മുകളിലേക്ക് വരാൻ ശ്രമിക്കുന്നു. പക്ഷേ അവർ അവളെ തള്ളിയിട്ടു. തള്ളിയിടുമ്പോൾ ആ താക്കോലും ചേർന്ന് വെള്ളത്തിലേക്ക് വീഴുന്നു. നമ്മുടെ നായിക ഉള്ളിലേക്ക് താഴ്ന്നു പോകുന്നു. പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നായികയ്ക്ക് ഒന്നും കഴിയുന്നില്ല. മരിക്കാൻ പോവുകയാണെന്ന് ചിന്തിക്കുന്നു. ആ കണ്ടീഷനിൽ ആ താക്കോൽ മെല്ലെ മെല്ലെ താഴ്ന്ന് കൈയുടെ അടുത്തേക്ക് വരുന്നു. ആ താക്കോൽ പിടിച്ച് ലോക്ക് തുറന്ന് അവർ മുകളിലേക്ക് വരുന്നു. ഇപ്പോൾ അവിടെ ആ സീൻ കട്ടാവുന്നു. ഇപ്പോൾ ആ ഭർത്താവിനെയും ഫ്രണ്ടിനെയും കാണിക്കുന്നു. ഇവർ ലൈറ്റ് ഹൗസിലേക്ക് നോക്കുമ്പോൾ ഇവർ ഏർപ്പാടാക്കിയ ആളുണ്ടല്ലോ ആഗ്നസ്, അവിടെ നിൽക്കുന്നത് പോലെ കാണുന്നു. അവർ ലൈറ്റ് ഹൗസിൽ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. നമ്മളവനെ കണ്ടത് വെറുതെ തോന്നിയതാകും, പോകാമെന്ന് പറഞ്ഞ് സംസാരിച്ച് താഴേക്ക് വരുമ്പോൾ നമ്മുടെ നായിക ഒരു തടിക്കഷ്ണം എടുത്തുകൊണ്ട് വരുന്നു. ഭർത്താവിനെ പുതിരെ തല്ലുകയാണ്. കയ്യിൽ ഒരു ഫ്ലെയർ ഗൺ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ച് ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഫ്രണ്ട് തടയുന്നു. ഇപ്പോൾ അവർ മാറി നിന്ന് അടികൂടുന്നു. ആ തല്ലിനൊടുവിൽ ഫ്രണ്ടിന് തലയ്ക്ക് നല്ലൊരു അടി കിട്ടി താഴെ വീണ് അവിടെ വെച്ച് അവൾ മരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഭർത്താവ് നായിക അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നായിക പേടിച്ച് മുകളിലേക്ക് ഓടുന്നു. ഭർത്താവും വിടാതെ മുകളിലേക്ക് ഓടിച്ചു പോകുമ്പോൾ അവിടെ നിന്നും ചങ്ങല തനിയെ കൊളുത്തോടുകൂടി മെല്ലെ മെല്ലെ താഴേക്ക് വരുന്നു. എന്താടാ ഈ കൊളുത്ത് ഓട്ടോമാറ്റിക്കായി താഴെ വരുന്നത് എന്ന് നോക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. ഹീറോയുടെ യഥാർത്ഥ പേര് പാട്രിക് എന്നാണ്. പാട്രിക്, നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ഭർത്താവ് ചോദിക്കുന്നു. അല്ല, ഞാൻ പാട്രിക് അല്ല, ആഗ്നസ് ആണ് എന്ന് പറഞ്ഞ് ആ ചങ്ങല വെച്ച് ആ ഭർത്താവിനെ വയറ്റിൽ തന്നെ ആഞ്ഞു കുത്തുന്നു. യഥാർത്ഥത്തിൽ ആഗ്നസിന്റെ ഭാര്യ വഞ്ചിച്ചപ്പോൾ ആ കാമുകരെയും ഇതുപോലെ തന്നെയാണ് ആഗ്നസ് കെട്ടിത്തൂക്കി കൊന്നത്. അതായത് ആഗ്നസിന്റെ യഥാർത്ഥ ആത്മാവ് ഈ പാട്രിക്കിന്റെ ശരീരത്തിനുള്ളിൽ കയറിയെന്നാണ് അതിലൂടെ കാണിക്കുന്നത്. നായിക പേടിച്ച് മുകളിലേക്ക് ഓടിയല്ലോ. നമ്മുടെ നായിക ബാൽക്കണിയിൽ നിൽക്കാണ്. അതിനപ്പുറം പോകാൻ വഴിയില്ലല്ലോ. ഇതേ സമയം നമ്മുടെ ഹീറോ മുകളിലേക്ക് വരുന്നു. ഹീറോയെ കണ്ട് നായിക പേടിക്കുമ്പോൾ ഹീറോ നായികയുടെ കയ്യിൽ എന്തോ കൊടുക്കുന്നു. എന്താണെന്ന് നോക്കിയപ്പോ ആ കുഴിച്ചിട്ട ചിപ്പിയാണ്. ഇത് കൊടുത്തിട്ട് ഒന്നും മിണ്ടാതെ യഥാർത്ഥ ആഗ്നസ് എങ്ങനെ ഇവിടെ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു, അതുപോലെ ഇപ്പോൾ വീണ്ടും മുകളിൽ നിന്നും താഴേക്ക് പാട്രിക് എടുത്ത് ചാടുന്നു. അത്ര തന്നെ, നമ്മുടെ ഹീറോയും മരിച്ചുപോയിരിക്കുന്നു. ഇതെല്ലാം കണ്ട് നായിക ഷോക്കായി താഴേക്ക് ഓടി വരുമ്പോൾ അവിടെ ഭർത്താവിന്റെ ഡെഡ് ബോഡി തൂങ്ങിക്കിടക്കുന്നു. ഇപ്പോഴാണ് നമ്മുടെ മുത്തശ്ശൻ അവിടേക്ക് വരുന്നത്. വന്നു നോക്കിയപ്പോൾ ഭയങ്കരമായി ഷോക്കായി.
അടുത്ത ദിവസം രാവിലെ നായിക വീട്ടിലുണ്ട്. ന്യൂസ് പേപ്പർ നോക്കാണ്. ന്യൂസ് പേപ്പറിൽ നമ്മുടെ നായിക ആ 3 കൊലപാതകത്തിനും കാരണക്കാരിയല്ല എന്ന വാർത്ത വന്നിരിക്കുന്നു. നായിക നിരപരാധിയാണെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നു. നീ മകനെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പോൾ നിനക്ക് ഒരു വ്യക്തത കിട്ടിയിട്ടുണ്ടാവും, ഒരു തീരുമാനം കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ മകനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കണ്ട, വിഷമിക്കണ്ട. മകൻ നിന്റെ കൂടെ തന്നെയുണ്ട്. നിന്റെ മനസ്സിനുള്ളിൽ ഓർമ്മകളായി അവൻ ജീവിക്കുന്നുണ്ട്. അത് നീ ആലോചിച്ചു നോക്ക്. അവൻ മരിച്ചുപോയെന്നോർത്ത് വിഷമിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ നായികയ്ക്കും അത് ശരിയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ഇനി ഒന്നും ആലോചിക്കണ്ട. മകൻ തീർച്ചയായും എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. ആ മകൻ എവിടെ വെച്ചാണോ മരണപ്പെട്ടത് ആ പഴയ വീട്ടിലേക്ക് പോയി പുറത്തിരിക്കുന്നു. മകനെക്കുറിച്ച് ഓർക്കുന്നു. ഇതോടെ ഈ സിനിമയുടെ കഴിയാണ്. എന്താ ഫ്രണ്ട്സ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പടം വെറൈറ്റി ആയിരുന്നില്ലേ? നായകനെ അങ്ങനെ കൊല്ലരുതായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മറക്കാതെ താഴെ കമന്റ് ചെയ്യണേ. ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.